നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി സീറ്റിലേക്കായി ദീപ്തി മേരി വർഗീസിന് വേണ്ടി പോസ്റ്ററുമായി അനുയായികൾ. ഇനി കൊച്ചിയിൽ സർവം ദീപ്തം എന്ന പേരിലാണ് പോസ്റ്റർ. കൊച്ചി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയെന്നും പോസ്റ്ററിൽ പറയുന്നു. അതേസമയം കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയുമാണ് പരിഗണിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ മത്സരിപ്പിക്കണമെന്നാണ് VD സതീശന്റെ വാദം. എന്നാൽ ദീപ്തി മേരി വർഗീസിനെ കൊച്ചിയിൽ പരിഗണിക്കണമെന്നാണ് KC വേണുഗോപാലിന്റെ നിലപാട്. കോൺഗ്രസ് സമ്പൂർണ്ണ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ, വൈപ്പിൻ, പെരുമ്പാവൂർ സീറ്റുകളെ സംബന്ധിച്ചും തർക്കം തുടരുകയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് BJPയിൽ പൊട്ടിത്തെറി. മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, V മുരളീധരൻ ഗ്രൂപ്പിനെ നിഷ്പ്രഭമാക്കി രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നോട്ടു പോകുന്നുവെന്നാണ് പരാതി. മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞ് അപ്രമാദിത്വത്തോടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ടു പോകുന്നതിനെതിരെയാണ് പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെ ഒതുക്കി ഇവന്റ് മാനേജ്മെന്റ് സംവിധാനത്തെ കൂടെ കൂട്ടിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് നേതാക്കളുടെ പരാതി. കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, MT രമേശ്, B ഗോപാലകൃഷ്ണൻ, JR പത്മകുമാർ, A നാഗേഷ്, GG ജോസഫ് തുടങ്ങിയ നേതാക്കൾ അസ്വസ്ഥരാണ്. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് MT രമേശ് BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. തൃശൂരിൽ മത്സരിക്കാനായിരുന്നു MT രമേശിന് താല്പര്യം. അവിടെ പത്മജ സ്ഥാനാർത്ഥിയായി. ആദ്യഘട്ട പട്ടികയിൽ MT രമേശിന്റെ പേരുണ്ടായിരുന്നില്ല. ഒന്നാം നിര നേതാക്കൾക്ക് മാത്രമല്ല, രണ്ടാം നിര നേതാക്കൾക്കും സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഘടകകക്ഷികൾക്ക് വാരിക്കോരി നൽകിയതാണ് പരാതിക്കിടയാക്കിയിരിക്കുന്നത്. ആഭ്യന്തര വിമാനങ്ങളിൽ കുറഞ്ഞത് 60% സീറ്റുകളെങ്കിലും യാത്രക്കാർക്ക് സൗജന്യമായി തിരഞ്ഞെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. വിമാനയാത്രക്കാർക്ക് സീറ്റ് തിരഞ്ഞെടുക്കുന്നതിന് വിമാന കമ്പനികൾ ഈടാക്കുന്ന അധിക തുകയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ നീക്കം. ആഭ്യന്തര വിമാന സർവീസുകളിൽ കുറഞ്ഞത് 60 സീറ്റുകളെങ്കിലും യാത്രക്കാർക്ക് യാതൊരുവിധ അധിക നിരക്കും നൽകാതെ തിരഞ്ഞെടുക്കാൻ സാധിക്കണമെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയത്. നിലവിൽ പല വിമാന കമ്പനികളും വെബ് ചെക്ക് ഇൻ സമയത്തും മറ്റും സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് പ്രത്യേക തുക ഈടാക്കാറുണ്ട്. ഇതിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ 3 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ സ്കൂട്ടർ അപകടത്തിൽ ദുരൂഹതയെന്ന് സംശയം. കൊയിലാണ്ടി പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അപകടം നടന്ന സ്ഥലം പോലീസ് വേലികെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ കുറുവങ്ങാട് അക്വഡക്റ്റിന് സമീപം ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളായ നന്ദകിഷോർ, അഭിയാൻ വർമ്മ, അഭിനവ് സുരേഷ് എന്നിവരാണ് മരണമടഞ്ഞത്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷം മതിലിലിടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. 3 പേരും തൽക്ഷണം മരിച്ചു. അതുവഴി പോവുകയായിരുന്ന ഓട്ടോക്കാരനാണ് അപകടത്തിൽപ്പെട്ടവരെ കണ്ടത്. ഇവർ സഞ്ചരിച്ച ബൈക്കിന്റെ പിൻവശം തകർന്നതാണ് അപകടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന സംശയത്തിന് കാരണം. മറ്റേതെങ്കിലും വാഹനം ഇവരുടെ സ്കൂട്ടറിനെ ഇടിച്ചോ എന്നാണ് പരിശോധിക്കുന്നത്. പാലക്കാട്ടെ ജനങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനുമാണ് താൻ പ്രാധാന്യം നൽകുക എന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി. പാലക്കാട് MLA മാരായിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൊണ്ടുവന്ന വികസനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായി ചെയ്യുമെന്നും പിഷാരടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലൈംഗിക അതിക്രമ കേസിൽപ്പെട്ടെങ്കിലും രാഹുൽ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവന്നുവെന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് പിഷാരടി സംസാരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ കേസ് കോടതിയിലാണ്. അതിന്റെ വിധി വരും. എന്നാൽ എല്ലാ പഞ്ചായത്തിലും ഓഡിറ്റോറിയം ഉണ്ടാവുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുൽ അവിടെ വെച്ചുകൊടുത്തു. ബാക്കി 8-10 വീടുകളുടെ പദ്ധതി പകുതി നിൽക്കുകയാണ്. ആ പദ്ധതികൾക്ക് എതിരാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. നല്ല കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നിലേക്ക് പോവുക എന്നതാണ് തന്റെ ഉദ്ദേശമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി. അടൂർ RDOയുടേതാണ് നടപടി. വ്യാജരേഖ ചമച്ച് റേഷൻ കാർഡിൽ പേര് ചേർത്തെന്ന പരാതിയിൽ സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഇതേ പരാതിക്കാരൻ നൽകിയ പരാതിയിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് നീക്കം ചെയ്തിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട റേഷൻ കാർഡിലെ മേൽവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരുണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിയതോടെ അയോഗ്യത തടയാൻ ശ്രീനാദേവി കുഞ്ഞമ്മ നീക്കം തുടങ്ങി. കളക്ടർക്ക് അപ്പീൽ നൽകാനും ഹൈക്കോടതിയെ സമീപിക്കാനുമാണ് നീക്കം. ബന്ധുക്കളിൽ ചിലരെ ഉപയോഗിച്ചുള്ള CPIയുടെ രാഷ്ട്രീയ പകപോക്കലാണിതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ആരോപിക്കുന്നു. പുനലൂരിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന അമ്മയ്ക്കും മകനും നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. ഇടമൺ 34 ഉദയഗിരി പുളിമൂട്ടിൽ വീട്ടിൽ സോണിയയ്ക്കും മകൻ ആദിത്യനുമാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം. പുനലൂർ ഇടമൺ പാതയിൽ പാപ്പന്നൂരിന് സമീപത്ത് വെച്ചാണ് ഇരുവരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് കുറുകെ പന്നി ചാടിയത്. മകനെ പുനലൂരിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വരികയായിരുന്നു. അപകടത്തിൽ ഇരുവരും ദൂരേക്ക് തെറിച്ചു വീണു. ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് പാചകവാതകം ഹോട്ടലുകൾക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമര പരിപാടികളിലേക്ക് കടന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടും മുൻഗണനാ പട്ടികയിൽ ഹോട്ടലുകളെ ഉൾപ്പെടുത്താത്തതിനാൽ ഹോട്ടലുകൾക്ക് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നില്ല. ഹോട്ടലുകളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി പാചകവാതകം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റിലേക്ക് മാർച്ച് നടത്തും. തുടർന്ന് 23-ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്തുമെന്നും
പ്രസിഡന്റ് ജി ജയപാൽ, ജനറൽ സെക്രട്ടറി എൻ അബ്ദുൾ റസാഖ് എന്നിവർ അറിയിച്ചു. ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ച് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 12 വയസ്സുകാരെ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 7 പേർക്ക് ദാരുണാന്ത്യം. 3 പേർ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ. മധ്യപ്രദേശിലെ ഇൻഡോറിലെ ബ്രിജേശ്വരി അനക്സിന് സമീപം 3 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 4ഓടെയാണ് അപകടമുണ്ടായത്. ചാർജിംഗ് പോയിന്റിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് തീ അതിവേഗം കെട്ടിടത്തിനുള്ളിലേക്ക് പടരുകയായിരുന്നു. വീടിനുള്ളിൽ 10ഓളം LPG സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. തീ പടർന്നതോടെ ഇതിൽ ചില സിലിണ്ടറുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. 3 പേരെ രക്ഷിച്ചു. കിടപ്പുമുറികളിൽ കുടുങ്ങിപ്പോയവർക്ക് പുറത്തു കടക്കാനാവാത്തതാണ് മരണസംഖ്യ ഉയരാൻ കാരണമായത്. പൊട്ടിത്തെറിക്കിടെ വീട്ടിൽ നിന്ന് കാണാതായ കുഞ്ഞിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.